അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനിക സന്നാഹം ഇറാനെ ആക്രമിക്കാൻ തന്നെയാണോ എന്നാണ്. ഈ അമേരിക്കൻ നീക്കത്തെപ്പറ്റി പലതരം തിയറികൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം കരുതുന്നത് അമേരിക്കൻ സൈനിക സന്നാഹം എത്തുന്നത് ഇറാനെ ആക്രമിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് എന്നാണ്. എന്നാൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി മൊസാദിന് വിവരം ലഭിച്ചുവെന്നും ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അമേരിക്കൻ സേനാവിന്യാസം എന്നാണ് മറ്റൊരു തിയറി. ഈ നിഗമനം ശരിയാവാനും ചാൻസ് ഉണ്ട്. കാരണം നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ റഷ്യ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആണവ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാവാത്ത ഇറാനെ യുദ്ധഭീഷണി മുഴക്കി ടേബിളിൽ എത്തിക്കാനാണ് അമേരിക്കൻ ശ്രമമെന്നും വാദമുണ്ട്. എന്നാൽ അമേരിക്ക ഇറാനെ പൂർണ്ണ തോതിൽ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മിഡിൽ ഈസ്റ്റിൽ കാണാൻ സാധിക്കുന്നില്ല. ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം അത് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുകയും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോലെ പതിറ്റാണ്ടുകൾ യുദ്ധം നീണ്ടു നിന്നേക്കാം. അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന ഉറപ്പാണ്. അമേരിക്ക തങ്ങളുടെ പ്രതിരോധ സൈനിക സന്നാഹങ്ങൾ ജോർദാനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ 2 ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കാവുന്ന ദൂരപരിധിയിലെത്തും. എന്നാൽ ഈ സന്നാഹങ്ങളൊന്നും അമേരിക്ക ഒരു പൂർണ്ണ യുദ്ധത്തിനിറങ്ങിയാൽ മതിയാവില്ല. അമേരിക്കൻ യുദ്ധവിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും തങ്ങളുടെ GPS ഓണാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ആക്രമിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സാധാരണയായി രഹസ്യ നീക്കമാണ് അമേരിക്ക നടത്തുക. ലോകം മുഴുവൻ കാണാൻ രീതിയിലുള്ള ഈ സൈനിക നീക്കം ഒരു ഭയപ്പെടുത്തലാണോ? വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ രഹസ്യ നീക്കം ലോകം കണ്ടതാണ്. ഇറാനെ തങ്ങൾക്ക് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്നത് ഇസ്രയേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളെ ആക്രമിക്കുന്ന പക്ഷം അമേരിക്കൻ സഹായം ഇല്ലാതെ ഇസ്രയേലിന് പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനോട് അടുക്കുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ 16 ചൈനീസ് മിലിറ്ററി കാർഗോ വിമാനങ്ങൾ ഇറാനിലെത്തിയിരുന്നു. അമേരിക്കയെ പ്രതിരോധിക്കാൻ മിസൈലുകളും ഡ്രോണുകളും ചൈന ഇറാനിൽ എത്തിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.